ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജീവിതത്തിൽ സന്തോഷമായി പോകാനുള്ള കുറച്ച് ടിപ്സിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. അത് ഹാപ്പി ആയിട്ട് ജീവിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹാപ്പിനെസ് കണ്ടെത്തുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ചെറിയ ചെറിയ വിജയങ്ങൾ ആസ്വദിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻസ് മുഖവിലക്കെടുക്കുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മക്കളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് കാമായിട്ട് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, വളരെ ഹർബറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ കാമായിട്ട് സൈലൻ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഒരു ജോലി കഴിഞ്ഞ് അടുത്തത്, ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ ഹർബറിയായി പോകാതെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കുക. എണീറ്റ ഉടനെ തന്നെ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം പതിയെ പുറത്തേക്ക് വിടുക. ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് മാത്രം, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത് നമ്മളെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് യാത്ര പോകുക എന്നത്, അടുത്ത സ്ഥലമായാലും മതി, നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടിരിക്കുക, നമ്മൾ ആ യാത്രകളെ ആസ്വദിക്കുക. ദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട തൊട്ടടുത്തായാലും പോകുക. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുക. നമുക്ക് ഫാമിലിയായി പോകാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സായും അല്ലെങ്കിൽ ഒറ്റയ്ക്കുമൊക്കെ പോകാവുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ന്യൂസ് കാണുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക. സ്ലോലി അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നോക്കുക. നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് അതൊന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മറ്റൊന്നെന്ന് പറയുന്നത് പുഞ്ചിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് ഇടപഴകുക, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യാതെ ഒരു സമയം ഒരു ടാസ്ക് മാത്രമായി ചെയ്യുക എന്നതാണ്. അത് നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കുന്നു. നമുക്ക് സിംഗിൾ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു, കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. നമ്മുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാകും. നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നത്, നല്ല വെള്ളം കുടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിയെ കിട്ടിയതിന്, അങ്ങനെ എന്തുമാകാം. നമ്മുടെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഹാപ്പിയസ്റ്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.